ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹെഡ്സെറ്റിൻ്റെ റിപ്പയറാണ്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ റിപ്പയറാണ് ചെയ്യാൻ പോകുന്നത്. ബോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. ഇതിൻ്റെ കണ്ടോ, ഇയർബഡ്സിൻ്റെ സൈഡിലാണ് പൊട്ടിപ്പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പേനാക്കത്തി ഉപയോഗിച്ചിട്ട് തുറക്കാം. ഇത്തിരി നന്നാക്കാനായിട്ട് പാടാണ്, തുറന്നങ്ങനെ പെട്ടെന്ന് പോരില്ല. അപ്പോൾ നമ്മളിത് ഇത്തിരി IPA ഒക്കെ ഒഴിച്ച് ഓൾറെഡി അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വിട്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തെക്കി കഴിഞ്ഞാൽ അത് വിട്ടു പോരുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഹെഡ്സെറ്റ് ഇതുപോലെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മാറാതെ തന്നെ ഇതുപോലെ നമുക്ക് വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഷീറ്റെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ വയർ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഇങ്ങനെ വയർ വിട്ടു വരുന്നതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് നമ്മളതിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്, അതിനുള്ളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇയർബഡ്സിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ പേര് താഴെ കമൻറ്റ് ഇടണം കേട്ടോ. കമൻറ്റ് ഇടുന്നവർക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു മെറ്റാലിക് പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ലോക്കാണ്. ഇത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ വയർ അതിനകത്ത് സെറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ തന്നെ നമ്മൾ സോൾഡർ ചെയ്തെല്ലാം പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ ഈ ലോക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ വയർ വീണ്ടും അതിനകത്തേക്ക് ലോക്ക് ചെയ്ത് തരണം കേട്ടോ. പ്ലെയർ വെച്ച് അമർത്തി ഇടണം. ലൈറ്റർ വെച്ച് നമ്മൾ ഇതിൻ്റെ പുറമേയുള്ള കോട്ടിങ് കാണാം ഈ വയറിൻ്റെ. ഇതിൽ മാത്രമേ നമുക്ക് അതിൽ സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോൾഡറിൻ്റെ ലെഡ് പിടിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ കളർ കോഡെല്ലാം നോക്കി വെക്കാം. പ്ലസും മൈനസും നമ്മൾ മാറി കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ലെവലും വ്യത്യാസം ഉണ്ടാവും. ലൈറ്റർ കത്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കളർ കോഡ് നോക്കി വെക്കാം. ചിലപ്പോൾ കളർ മാഞ്ഞു പോകാൻ വഴിയുണ്ട് ലൈറ്റർ കത്തിക്കുമ്പോൾ. നമ്മൾ ഹെഡ്സെറ്റുകൾ അതുപോലെ തന്നെ സെൻസിറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ സോൾഡർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചെറിയ സോൾഡറിങ് സ്റ്റേഷൻ ഉപയോഗിക്കാം. നമുക്ക് കറക്റ്റായിട്ട് സോൾഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് സോൾഡർ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കാം. സൗണ്ടെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്കത് സീൽ ചെയ്യാം. സീൽ ചെയ്യുമ്പോൾ നമ്മൾ മൊബൈലിൻ്റെ സ്ക്രീനൊക്കെ ഒട്ടിക്കുന്ന ഗം വെച്ച് തന്നെ ഒട്ടിക്കുക കേട്ടോ. നമ്മൾ ഈ സോൾഡർ ചെയ്തതിൻ്റെ മുകളിൽ കൂടി അതെല്ലാം ഒട്ടിക്കുക. അപ്പോൾ നല്ല സ്ട്രെങ്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ആ ക്ലിപ്പ് ഇട്ട് കൊടുത്ത് സ്ഥലത്ത് ഒട്ടിക്കുക. അതിനുശേഷം തിരിച്ച് റീപാക്ക് ചെയ്യുക. നമ്മൾ അതിനുശേഷം ബഡ്സ് ക്ലോസ് ചെയ്യാം. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ സോൾഡറിങ് എല്ലാം കഴിഞ്ഞു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പാട്ടെല്ലാം പാടുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. സോൾഡറിങ് ആണുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നിങ്ങൾ വലിച്ചെറിയുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹെഡ്സെറ്റ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ കളയരുത്. നമുക്കിത് നിസ്സാര ചിലവിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.